യൂത്ത് കോൺഗ്രസ് മാർച്ചിനെതിരെ വീണ്ടും പോലീസ് കേസെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്നലെ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെയാണ് കേസ്. ഷാഫി പറമ്പിലടക്കം 5 പേർക്കെതിരെയാണ് കേസ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി 17 പരിഗണിക്കും. ഇവരുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നടപടികളിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിനെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിനൊപ്പം മറ്റ് വിശദാംശങ്ങൾ കൂടി. കെ.പി. യൂത്ത് കോൺഗ്രസിനോടുള്ള പ്രതികാര നടപടികൾ ഇപ്പോൾ സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഉയർന്ന വിമർശനം. ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ആയോജനം ചെയ്ത് നടപ്പിലാക്കിയത്. അതിൽ ആ പ്രതിഷേധ പരിപാടിയിൽ രൂക്ഷമായ വിമർശനങ്ങളും ഉയർന്നിരുന്നു. സർക്കാരിനെതിരെയും അതുപോലെ തന്നെ CPM-നെതിരെയും അടക്കം ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾ രൂക്ഷമായ വിമർശനങ്ങൾ അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ചെറിയ തോതിൽ ഒരു സംഘർഷത്തിന്റെ സാധ്യതകളൊക്കെ വരികയും ചെയ്തെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷം നടന്നതുമില്ലാതാനും. എന്തായാലും ആ വിഷയത്തിലാണ് ഇപ്പോൾ വീണ്ടും കേസെടുത്തിരിക്കുന്നത്. ഷാഫി പറമ്പിലടക്കമുള്ള 5 നേതാക്കൾക്ക് എതിരെയും അതുപോലെ തന്നെ കണ്ടാലറിയാവുന്ന 150ഓളം പ്രവർത്തകർക്കെതിരെയുമാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ കണ്ടോൺമെന്റ് പോലീസ് ഒരു കേസെടുത്തിരിക്കുന്നത്. ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതായത് മാത്രമല്ല, ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ CPM നേതാക്കളടക്കം നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളടക്കം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഭാഗത്തു നിന്നാണ്. അദ്ദേഹം രൂക്ഷമായി ഇത്തരത്തിൽ വിമർശിക്കുകയും ചെയ്തു. അതായത് CPM സംസ്ഥാന സെക്രട്ടറിക്ക് മനോനില തെറ്റിയ രീതിയിലാണ് സംസാരിക്കുന്നതടക്കം അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കേസിനെ രാഷ്ട്രീയപരമായി നേരിടുമെന്നും അദ്ദേഹം ആവർത്തിക്കുകയുമുണ്ടായി. അതുപോലെ തന്നെ രൂക്ഷമായ രീതിയിൽ ഇത്തരത്തിൽ ഈ നടപടിക്കെതിരെ, ഈ പ്രതികാര നടപടിക്കെതിരെ വിമർശിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അല്പസമയം മുമ്പ് പത്രസമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള വിമർശനം നടത്തുകയും ചെയ്തിരുന്നു. അതായത് സർക്കാർ സ്വയം ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ നടത്തുകയാണ്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് VD സതീശനും ആരോപിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നടപടിക്കും തങ്ങൾ അനുവദിക്കില്ല, കൂട്ടുനിൽക്കില്ല എന്നും പ്രതിപക്ഷ നേതാവും പറഞ്ഞു. അതായത് രാഷ്ട്രീയപരമായി ഈ നടപടിയെ നേരിടും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് കൊല്ലം, ഇടുക്കി അടക്കമുള്ള സംസ്ഥാനത്തെ പല ജില്ലകളിലും പ്രതിഷേധ പരിപാടികൾ ആയോജനം ചെയ്യുവാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് ഇതിന്റെ പ്രതിഷേധ പരിപാടികളും നടക്കുന്നുണ്ട്. മറ്റൊന്ന് എന്ന് പറയുന്നത്, സർക്കാർ അധികാര ദുർവിനിയോഗത്തിൽ ആനന്ദം കൊള്ളുകയാണെന്നാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുണ്ടായ ഒരു പരിഹാസം. അതായത് വളരെ മോശമായ രീതിയിലാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്, അതുപോലെ തന്നെ CPM-ന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം ഇരിക്കുന്ന, അതായത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആ സ്ഥാനത്തിന്റെ വില മനസ്സിലാക്കുന്നില്ല. അത്തരത്തിലുള്ള വിമർശനം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. പ്രശാന്ത്, ഇവിടെ ഏത് തരത്തിലായാലും ഈ കേസുകൾ എടുത്തുകൊണ്ട് ഈ സമരത്തെ ഒതുക്കാൻ കഴിയില്ല, പ്രതിഷേധത്തെ ഒതുക്കാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസിനെയും ഒതുക്കാൻ കരുതേണ്ട എന്ന് തന്നെയാണ് VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കും എന്നുള്ളൊരു വ്യക്തത തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും നൽകുന്നത്, അല്ലേ? തീർച്ചയായും KP, അത് തന്നെയാണ്. അതായത് ഈ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് 2 രീതിയിലാണ് ഈ സമരങ്ങളോടുള്ള സർക്കാരിന്റെ സമീപനങ്ങൾ എന്നാണ് ഇവർ പറയുന്നത്. അതായത് DYFIയോട് ഒരു സമീപനവും യൂത്ത് കോൺഗ്രസിനോട് മറ്റൊരു സമീപനവും എന്നാണ് പറയുന്നത്. അതായത് ചാലക്കുടിയിലെ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഈ പോലീസ് ജീപ്പിന്റെ മുകളിലടക്കം കയറി നിന്ന് സമരം നടത്തുകയും അതുപോലെ തന്നെ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ DYFIയുടെ നേതാക്കന്മാരോട് അതുപോലെ SFIയുടെ പ്രവർത്തകരോട് കാണിക്കുന്ന ഒരു സമീപനം, അതുപോലെ തന്നെ എന്നാൽ യൂത്ത് കോൺഗ്രസിനോട് കാണിക്കുന്നത് മറ്റൊരു സമീപനം, മറ്റ് പ്രതികാര നടപടി എന്നാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പറയുന്നത്. അതായത് ഈ 2 ഇരട്ടത്താപ്പ്, ഇത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ്. മറ്റ് ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രതികാര നടപടി, അല്ലെങ്കിൽ KSRTC ബസ്സിനെ അടക്കം എറിഞ്ഞു പൊട്ടിച്ചുകൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് സമരം നടത്തിയവരാണ് DYFIക്കാർ. ആ DYFI അനുകൂലിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ പാർട്ടിയുടെ തന്നെ, അല്ലെങ്കിൽ ആ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെതിരെ, യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനെതിരെ ഇത്തരത്തിൽ കേസുകൾ എടുത്തുകൊണ്ട് തങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്നാണ് ഈ യൂത്ത് കോൺഗ്രസിനെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ആവർത്തിക്കുന്നത്. തുടർന്നും
തുടർന്നും ഇത്തരത്തിലൊരു പ്രതികാര നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ തുടർന്നും ശക്തമായൊരു പ്രതിഷേധം ഉണ്ടാകും. അതിന് സംസ്ഥാനം കാണുമെന്നതടക്കമുള്ളത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നടപടിയല്ല ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരിക്കലും ചേർന്നതല്ല ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളോട് സർക്കാർ കാണിക്കുന്ന ഏകപക്ഷീയമായ നടപടി, ഫാസിസ്റ്റ് നടപടി എന്ന് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ഇത് സർക്കാർ നടത്തുന്നത് ഫാസിസ്റ്റ് നടപടി എന്ന് തന്നെ രീതിയിൽ വിമർശിക്കുകയും ചെയ്തു. എന്തായാലും തുടർന്നും ഇത്തരത്തിലുള്ള പ്രതികാര നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രൂക്ഷമായ സമരങ്ങൾ അല്ലെങ്കിൽ അതികഠിനമായ സമരങ്ങൾ സംസ്ഥാനത്ത് അരങ്ങേറുമെന്ന് തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവും പറയാതെ പറഞ്ഞു വെക്കുന്നത്. വളരെ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ CPM-നെതിരെയും ഇത്തരത്തിൽ രൂക്ഷമായൊരു വിമർശനവും അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. KP യെസ്, തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.